നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ഭിന്നശേഷി നിയമനത്തിന്റെ പേര് പറഞ്ഞ് അധ്യാപകർക്കെതിരെ ദ്രോഹ നടപടികൾ അനുവദിക്കുകയില്ലെന്ന് KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള പ്രസ്താവിച്ചു. മലപ്പുറം ജില്ലാ KSTU സർക്കാരിന്റെ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ 3 വർഷത്തെ നിയമനം പുനഃപരിശോധിക്കുന്നതിനെതിരെ മലപ്പുറത്ത് KSRTC പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്ന വ്യവസ്ഥ മറയാക്കിക്കൊണ്ട് വർഷങ്ങളായി എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമനവും ജോലിയും ലഭ്യമാകുന്നില്ല എന്നിരിക്കെ, മറുഭാഗത്ത് ഇതിൻ്റെ പേരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും തടയപ്പെട്ടിരിക്കുകയാണ്. PWD ആക്ട് അനുസരിച്ച് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതിനും അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും കൃത്യമായ മാനദണ്ഡങ്ങളും സംവിധാനങ്ങളും നിലവിൽ ഉണ്ടായിരിക്കെ, ഇരുട്ടിൽ തപ്പുന്ന സർക്കാർ ഭിന്നശേഷി വിഭാഗത്തോടും അതിൻ്റെ പേരിൽ ശമ്പളവും ആനുകൂല്യവും തടയപ്പെട്ട അധ്യാപകരോടും കാണിക്കുന്നത് കൊടും ക്രൂരതയാണ്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രശ്ന സങ്കീർണമാക്കി വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് തന്നെ ഇത് കാരണമാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2000-ഓളം അധ്യാപകരാണ് ശമ്പളവും ആനുകൂല്യങ്ങളുമില്ലാതെ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ വിഷയം പരിഹരിക്കുന്നതിനും തീർപ്പാക്കുന്നതിനും യാതൊരുവിധ നടപടികളുമില്ലാതെ അവ്യക്തമായി നീട്ടിക്കൊണ്ട് പൊതുവിദ്യാലയത്തെയും അധ്യാപകരെയും ഭിന്നശേഷി വിഭാഗത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഗവൺമെൻറ് നിലപാട് ഉടൻ തിരുത്തണമെന്നാണ് KSTU മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളതെന്നും, ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ഗവൺമെൻറ് മുന്നോട്ട് വന്നില്ലെങ്കിൽ ശക്തമായ തുടർ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ KSTU തയ്യാറാണെന്നും KM അബ്ദുള്ള പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് NP മുഹമ്മദ് അലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ MP ഷെരീഫ ടീച്ചർ, സംസ്ഥാന ഭാരവാഹികളായ PKM ഷഹീദ്, VA ഗഫൂർ, മജീദ് കാടങ്ങൽ, റഹീം കുണ്ടൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി, ജില്ലാ ഭാരവാഹികളായ KM ഹനീഫ, സഫ്തർ അലി വാളൻ, AK നാസർ, K ഫെബിൻ, V ഷാജഹാൻ, KP ജലീൽ, സാദിഖ് കട്ടുപാറ, P ഷമീം, KT ഷിഹാബ്, TP റഷീദ്, KT അലവിക്കുട്ടി, ഇസ്മായിൽ പൂതനാരി, ജാഫർ വെള്ളേക്കാട്ട്, EPL ലത്തീഫ്, NK ഷാഹിന, K ഷമീന, CT ജമാലുദ്ദീൻ, PT സക്കീർ, KP അബൂബക്കർ, ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.